പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ IPC ശാലോം സഭയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ ക്ഷേമത്തോടെയും ഐശ്വര്യത്തോടെയും നടത്തുന്നോർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞായറാഴ്ച നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങൾ ദൈവസാന്നിധ്യം കൊണ്ട് നിറയുവാനിടയാകട്ടെ. ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും സമയം തക്കത്തിനുപയോഗിച്ച വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും കർത്താവിനോട് പറ്റിയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസഭയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും വളരെ വേഗത്തിൽ ഒരുക്കുവാനിടയാകട്ടെ. എല്ലാവരും ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നല്ലോ, അവരെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകാൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ക്ഷേമത്തോടെ ആക്കട്ടെ. നമുക്ക് ഒരു ചിന്തയ്ക്കായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എലിശ ആളയച്ച നീ ചെന്ന യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ശരീരം പൂർവസ്ഥിതിയിലാകും, നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. തമിഴ് ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തമിഴ് വേദപുസ്തകത്തിൽ നമുക്കൊന്ന് വായിക്കാം. அப்பொழுது எலிசா அவனிடத்தில் ஆள் அனுப்பி, நீ போய் யோர்தானில் 7 தரம் ஸ்நானம் பண்ண, அப்பொழுது உன் மாம்சம் மாறி நீ சுத்தமாவாய் என்று சொன்னான். 2 രാജാക്കന്മാരുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ യഹൂദ പാരമ്പര്യം അനുസരിച്ച യിരെമ്യാവാണ് എഴുതിയത് എന്ന് വിശ്വസിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം ദൈവിക നേതൃത്വം അംഗീകരിപ്പാൻ മനസ്സില്ലാത്തവരുടെ ഭാവി എന്തായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വായിച്ച വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കുഷ്ഠരോഗിയായ നയമാൻ സൗഖ്യമാക്കപ്പെടുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ അയൽ രാജ്യമായിരുന്നു അരാം അഥവാ സിറിയ. ആ രാജ്യത്തിൻ്റെ സേനാനായകനായ നയമാൻ പരാക്രമശാലി എങ്കിലും താൻ കുഷ്ഠരോഗി ആയിരുന്നു. ഈ വിവരം അധികം ആർക്കും അറിയത്തില്ല എങ്കിലും നയമാന്റെ ഭവനത്തിൽ തൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിക്കറിയാം. നയമാന്റെ ഭവനത്തിൽ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു എബ്രായ പെൺകുട്ടിയാ. അവളിത് മനസ്സിലാക്കിയിട്ട് നയമാന്റെ ഭാര്യയോട് പറഞ്ഞു, ശമരിയിലുള്ള എലിശ പ്രവാചകന്റെ അടുത്ത് ചെന്നാൽ നയമാന്റെ കുഷ്ഠരോഗത്തിന് സൗഖ്യം വരും എന്നറിയിച്ചു. എന്നാൽ അതുവരെ എലിശ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ടില്ല. എന്നാൽ ആ പെൺകുട്ടി എലിശ പ്രവാചകനെ കണ്ടിട്ട് പോലുമില്ല. ഏതെങ്കിലും കാരണവശാല് നയമാൻ സൗഖ്യം പ്രാപിക്കാതെ തിരികെ വന്നാൽ ആ പെൺകുട്ടിയെ ദാരുണമായി കൊല്ലും. ഇതൊന്നും ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് വിഷയമല്ല. അവരുടെ വിശ്വാസം അവർണ്ണനീയം, പുകഴ്ചയ്ക്ക് വകയുള്ളത് തന്നെയാണ്. അവൾ അത്രയ്ക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന പെൺകുട്ടിയാണ്. നയമാൻ ഇസ്രായേൽ രാജാവിന് എഴുത്തുമായിട്ട് കടന്നു പോക്കുവാനിടയായി. എഴുത്തുമായിട്ട് അവിടെ ചെന്നപ്പോൾ രാജാവ് തെറ്റിദ്ധരിച്ചു, യുദ്ധത്തിന് കാരണമുണ്ടാക്കുകയാണ് എന്ന്. എഴുത്ത് വായിച്ചിട്ട് രാജാവ് പറഞ്ഞത് എങ്ങനെയാണ്? മരിപ്പിക്കുവാനും ജീവിപ്പിക്കുവാനും ഞാൻ ദൈവമോ?
രാജാവ് പറഞ്ഞത് ശരിയാ. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, പെൺകുട്ടി പറഞ്ഞത് രാജാവിൻ്റെ അടുക്കൽ പോകുവാൻ അല്ല. പെൺകുട്ടി പറഞ്ഞത് എലീശയുടെ അടുക്കൽ പോകാനാ. പറയുന്നത് വ്യക്തതയോടെ കേൾക്കാത്തതിൻ്റെയും അനുസരിക്കാത്തതിൻ്റെയും മറുതലിപ്പിൻ്റെയും കുഴപ്പമാ ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. ചെല്ലേണ്ടുന്നവന്റെ അടുക്കൽ എത്തിയാലേ വിടുതലുള്ളൂ. എലീശയുടെ അടുക്കൽ എത്തേണ്ടുന്ന വ്യക്തി ഇസ്രായേൽ രാജാവിന്റെ അരമനയിലാ പോയത്. പെൺകുട്ടി പറഞ്ഞത് നീ എലീശയുടെ അടുക്കൽ ചെന്നാൽ നിനക്ക് വിടുതൽ ഉണ്ട് എന്ന. നിന്റെ വിടുതൽ എലീശയുടെ മധ്യസ്ഥതയില. ഇസ്രായേൽ രാജാവിന് അവന്റെ വിഷയത്തിന് മറുപടി നൽകുവാൻ കഴിയത്തില്ല. നിന്റെ വിടുതൽ എലീശയുടെ മധ്യസ്ഥതയില. ഒടുവിൽ നയമാൻ എലീശയെ സമീപിച്ചു. നയമാൻ രഥത്തോടും കുതിരകളോടും എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീശയെ ആളയച്ച് നീ ചെന്ന യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നീ ശുദ്ധമാകും എന്ന് പറയിച്ചു. പ്രവാചകന്റെ രോഗസൗഖ്യത്തിനുള്ള ലളിതമായ നിർദ്ദേശം നയമാൻ ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് നയമാന്റെ സ്വഭാവമായി നടക്കുന്ന അനേകരെ നാം കണ്ടുമുട്ടാറുണ്ട്, നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. പലപ്പോഴും ദൈവമക്കൾ ദൈവദാസന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പലർക്കും സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. എന്താ നിർദ്ദേശം? യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ലളിതമായ സുവിശേഷ സന്ദേശം കേട്ടാൽ പലർക്കും നെറ്റിച്ചുളിക്കുകയും ഈ നയമാനെപ്പോലുള്ള അവസ്ഥയുമാണ്. ഒരു മനുഷ്യനെയും സ്വന്തം വഴി രക്ഷിക്കയില്ല. അനുസരണത്തിലൂടെയാ വിടുതൽ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നീ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. തമിഴ് വേദപുസ്തകം വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? இன்று நான் உனக்கு விதிக்கிற உன் தேவனாய கர்த்தருடைய கட்டளைகளின் படியெல்லாம் செய்ய நீ கவனமாயிருக்கும்படிக்கு அவர் சத்தத்திற்கு உண்மையாய் செவி கொடுப்பாயானால் உன் தேவனாகிய கர்த்தர் பூமியிலுள்ள சகல ஜாதிகளிலும் உன்னை மேன்மையாக வைப்பார். എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാ നാം. അനുഗ്രഹം അനുഭവിക്കണമോ? യഹോവയുടെ വാക്ക് ആദ്യം ശ്രദ്ധയോടെ കേൾക്കുക, അതിനുശേഷം സകല കൽപ്പനകളും അനുസരിക്കണം. എന്നാൽ നീ അനുഗ്രഹം അനുഭവിക്കുവാൻ പോകുകയാണ്. നയമാന് എലീശാ പ്രവാചകൻ പറഞ്ഞ ആലോചന തനിക്ക് രസിച്ചില്ല എങ്കിലും തൻ്റെ കൂടെയുള്ളവരുടെ ഉപദേശം തന്നെ നേർവഴിക്ക് തിരിച്ചുവിടുവാനിടയായി. നയമാൻ ചെന്ന് എലീശയുടെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ഒരു ബാലന്റെ ദേഹം പോലെ ആകുവാൻ ഇടയായി. 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങാൻ ആവശ്യപ്പെട്ടു. 6 പ്രാവശ്യം മുങ്ങിയിട്ടും വിടുതൽ നടന്നില്ല. 7 പ്രാവശ്യം മുങ്ങിയതിന് ശേഷമാ വിടുതൽ നടന്നത്. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഈ കൽപ്പനകൾ മുഴുവനും നീ അനുസരിച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തപ്പെടുവാൻ പോവുകയാണ്. ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കണമെങ്കിൽ
നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിക്കുവാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നീ ദൈവത്തെ ഭാഗികമായല്ല അനുസരിക്കേണ്ടത്, പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുവാൻ തയ്യാറാക. യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് പ്രമാണിച്ച് നടന്നാൽ, ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടുവാൻ പോവുകയാണ്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. എന്നെ കേൾക്കുന്ന ജനം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം ഷോർട്ട് കട്ടിലൂടെ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നീ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായിട്ട് നീ അനുഗ്രഹിക്കുവാനിടയാകും. സകല കൽപ്പനകളും അനുസരിച്ച് നീ മുന്നോട്ട് പോകുന്നു എങ്കിൽ, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ കർത്താവ് മാറ്റിക്കൊണ്ട് നിന്റെ വലം കരത്തിന് പിടിച്ചുകൊണ്ട് ഒരു ഉയർച്ചയിലേക്ക് നിന്നെ നടത്തുവന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട് അവിടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചാട്ട്, കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അവിടെ ഇവിടെയൊക്കെ ആയി ശ്രമിക്കുന്ന വചനം ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണം. ഒരു മാനുഷിക പൈശാചിക ശക്തികളും പ്രിയപ്പെട്ടവരെ ദുഷ്ടിപ്പിക്കുവാൻ അനുവദിക്കരുത്. എല്ലാവരെയും ഭവനങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട അങ്ങയുടെ ചിറകിൽ മറയ്ക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവദൂതന്മാരുടെ കാവൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. അവിടെ എവിടങ്ങളിലായി ആയിരിക്കുന്ന ഞങ്ങളുടെ സഭയുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ മാരിയായി വ്യാപരിച്ചു കൊണ്ട് നിൽക്കുന്ന COVID-19 ആ രോഗം ആരെയും ദുഷ്ടിപ്പിക്കുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ ദൈവസഭയായിട്ട് ഒരുമിച്ച് കടന്നു വന്ന് ആരാധിക്കുവാൻ കർത്താവ് സഹായിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. ദൈവകൃപ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. സ്വർഗീയ വിടുതൽ വ്യാപരിക്കും. കർത്താവ് അങ്ങനെ ചെയ്യും. എല്ലാവരെയും അനുഗ്രഹിക്കും. സമൃദ്ധിയോടെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവകൃപ വ്യാപരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. സ്തോത്രം.